കിറ്റക് സാബുവിനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. നല്ലതിനോട് അവർക്ക് താല്പര്യമില്ല. പരമ്പരാഗത രാഷ്ട്രീയമാണ് അവർക്ക് വേണ്ടത്. 2014 മുതൽ ഈ രാജ്യം നന്നായി ഭരിക്കുന്ന BJP-യോട് പോലും ഇപ്പോഴും അവർക്ക് അയിത്തമാണ്. ഈ നിയമസഭയിൽ BJP-ക്ക് ഒരു സീറ്റ് പോലും ഇല്ല എന്ന് കരുതണം. നമ്മൾ അമിതമായ പുരോഗമന രോഗത്തിനടിമകളാണ്. അതുകൊണ്ട് തന്നെ 2020 എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലെ രാഷ്ട്രീയമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം തോറ്റുകൊടുക്കുകയാണ്. അതാണ് കേരളീയ സമൂഹത്തിന്റെ പ്രത്യേകത. അവർക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുത് അവരുടെ പുരോഗമന ചിന്താഗതികളും അവരുടെ ഇടുങ്ങിയ നിലപാടുകളുമാണ്. ഇനിയെങ്കിലും കിറ്റക് സാബു ചിന്തിക്കണം, എന്തിനാണ് സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി വീട്ടിൽ വളർത്തുന്നത് എന്ന്. ആ പട്ടിയെ കൊണ്ട് ഒരു ഗുണവുമില്ലെങ്കിൽ അതിനെ കളയണം. അതിന് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് ശീലയിൽ വെച്ചുവെന്ന്. ദയവായി കിറ്റക് സാബു ചെയ്യേണ്ടത് ഈ ശീലയിൽ എടുത്തു വെച്ചിരിക്കുന്ന പാമ്പിനെ തിരിച്ച് വേലിയിലേക്ക് തന്നെ വിടുകയാണ്. നാട്ടുകാർക്ക് വേണ്ടാത്തത് കൊടുക്കണമെന്ന് കിറ്റക് സാബുവിന് എന്താണ് ഇത്ര നിർബന്ധം? ഇതിനുവേണ്ടി മെനക്കെടുന്ന സമയം, ഇതിനുവേണ്ടി നശിപ്പിക്കുന്ന പണം, അത് ചെലവാക്കിയാൽ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇക്കാലയളവിലെ പൊതുപ്രവർത്തനം കൊണ്ട് മുമ്പോട്ട് പോയി നിവൃത്തിയില്ലാത്ത അനേകം പാവങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ. അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ ശ്രമിക്കുക. ഈ രാഷ്ട്രീയം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല. നഷ്ടവും പേരുദോഷവും കള്ളക്കേസുകളും ഒക്കെ ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. കേരളത്തിലെ ജനതയ്ക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി സമയം പാഴാക്കുന്നത്?